You are watching 24. ഹലോ നമസ്കാരം. മലയാളത്തിന്റെ ഗന്ധർവനാദത്തിന് ഇന്ന് 81 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. കട്ടപ്പറമ്പിൽ ജോസഫ് യേശുദാസ് എന്ന സംഗീത മാന്ത്രികൻ തന്റെ മധുരനാദത്തിൽ നമ്മെ കുരുക്കിയിട്ടിട്ട് വർഷങ്ങളേറെയായി. ഇതൊക്കും മേലെ ഉണ്ടാവുമോ ഒരു മധുരനാദം? തലമുറകളായി ചോദിച്ചു പോകുന്ന ചോദ്യത്തിന് 6 പതിറ്റാണ്ടിലെത്തുമ്പോഴും ഉത്തരമായിട്ടില്ല. മലയാളികളുടെ ഉണർത്തുപാട്ടും ഓരോ നിമിഷങ്ങളുടെയും താളവും ഉറക്കുപാട്ടുമൊക്കെയായി മാറിയ ഒരേ ഒരു ശബ്ദമാണ് ഗാനഗന്ധർവൻ യേശുദാസിൻ്റേത്. യേശുദാസിന്റെ ശബ്ദത്തിന് പ്രവചനങ്ങൾക്കും വിശേഷണങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന നിരവധി സാക്ഷിമൊഴികളാണ് സംഗീത കോടതിയിൽ നിലനിൽക്കുന്നത്. ഇഹലോകത്തെങ്ങും ഇതിനോളം പോകുന്നൊരു സ്വരം കേട്ടിട്ടില്ലെന്ന് സാക്ഷി പറയുന്നു സംഗീത കുലപതികളായ AR റഹ്മാനും ഇശൽമന്നൻ ഇളയരാജയും. ആ സ്വരം മാത്രം മനസ്സിലുള്ളപ്പോൾ കേൾക്കുന്നതെല്ലാം അതെന്ന് തോന്നുമെന്ന് ഇശൽമന്നൻ. ഹിന്ദി സിനിമാ സംഗീതത്തെ മുഷ്ടിയിലാക്കിയ പ്രതിഭ രവീന്ദ്ര ജെയിൻ ആ ശബ്ദത്തെ ഇന്ത്യയുടെ ശബ്ദമെന്നാണ് വിളിച്ചത്. തനിക്ക് എന്തെങ്കിലും കാഴ്ച ലഭിച്ചാൽ ആദ്യം ആ മുഖം കാണണമെന്നും അന്ധനായ രവീന്ദ്ര ജെയിൻ പറഞ്ഞത് ആ ശബ്ദം എത്രത്തോളം മനസ്സുകളെ കീഴടക്കുന്നുവെന്നതിന് ഉദാഹരണമാണ്. ആകാശത്തിലും ഉയരത്തിലാണ് യേശുദാസിന്റെ ശബ്ദമെന്ന് സാക്ഷ്യപ്പെടുത്തിയത് നമ്മുടെ സ്വന്തം വാനമ്പാടി S ജാനകിയാണ്. ഈ മഹാ ആയുസിന്റെ കരുത്തിനായി എൻ്റെ ബാക്കി ആയുസ് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ് അകാലത്തിൽ വിടകൊണ്ട സംഗീത സംവിധായകൻ രവീന്ദ്രനാണ് ഗന്ധർവ ഗായകന്റെ മറ്റൊരു ആരാധകൻ. അങ്ങനെ മലയാളികളുടെ നവരസങ്ങൾക്കും വികാരങ്ങൾക്കുമൊക്കെ ശബ്ദരൂപം നൽകിയത് യേശുദാസിന്റെ ശബ്ദമാണ്. ആ ഗാനധാരയ്ക്കുള്ള പിറന്നാൾ സമ്മാനമാണ് ഇന്നത്തെ അമേരിക്കൻ ഡയലോഗ്. സംഗീത സാന്ദ്രമായ ഒരു എപ്പിസോഡിലൂടെ ദാസേട്ടൻ എന്ന സംഗീത സാഗരത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലെ മുത്തുച്ചിപ്പുകൾ നേടിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിനായി ഓൾഡ് ആൻഡ് ന്യൂ ജനറേഷൻ പ്രതിനിധികളും നമ്മളോടൊപ്പമുണ്ട്. നിരവധി യേശുദാസ് ഷോകളുടെ സംഘാടകരായി ആ കലാകാരനെ അടുത്തു നിന്നറിഞ്ഞ ഫ്രെഡ് കൊച്ചിൻ, ജേക്കബ് ജോർജ്, ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും പ്രമുഖ സംഗീത അധ്യാപകനായ അലക്സാണ്ടർ KI, ദാസേട്ടൻ്റെ പാട്ടുകൾ പാടി ശ്രദ്ധേയനായ 16-കാരൻ നവനീത് ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ. എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ബ്രോക്കറേജ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം. എല്ലാ അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗിലേക്ക് സ്വാഗതം. ആദ്യം ഫ്രെഡ് കൊച്ചിനിലേക്കാണ്. ഫ്രെഡ് ചേട്ടാ, അങ്ങയോടൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ പഴയ സുഹൃത്ത് രാജു മൈലപ്ര ചില കാര്യങ്ങൾ ദാസേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ദൈവം തൻ്റെ സ്വന്തം ശബ്ദം നൽകി ഭൂമിയിലേക്ക് അയച്ച ഗായകനാണ് യേശുദാസ്. അതായത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദാസേട്ടൻ. അമേരിക്കയിലെ വിവിധ സ്റ്റേജുകളിൽ ദാസേട്ടൻ്റെ ഗാനമേള അവതരിപ്പിക്കുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം യാതൊരു റിഹേഴ്സലും കൂടാതെ എയർപോർട്ടിൽ നിന്ന് നേരിട്ട് വന്ന് വേദിയിലേക്ക് കയറുകയാണ് പതിവ്. ഇടയകന്യക എന്ന പാട്ടോടുകൂടി അദ്ദേഹം ഗാനമേള ആരംഭിക്കുന്നു. ഈ ഇടയകന്യക എന്ന പാട്ടാണ് എല്ലാ ഗാനമേളയ്ക്കും അവതരണ ഗാനമായിട്ട് അദ്ദേഹം പാടുന്നത്. അതിൻ്റെ കാരണം ഒരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇതൊരു ഭക്തിഗാനമായിട്ടൊന്നുമല്ല ഞാൻ പാടുന്നത്, എന്നാൽ ഈ ഒരു പാട്ട് പാടിക്കഴിയുമ്പോൾ ഗായകർക്കും ഓർക്കസ്ട്രയ്ക്കും ഓഡിയൻസിനും ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി കിട്ടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ആ പാട്ട് പാടുന്നത്. ഫ്രെഡ് ചേട്ടൻ ഈ പറയുന്ന രാജു മൈലപ്ര പറഞ്ഞ കാര്യം കേട്ടിരിക്കുമല്ലോ. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ വരുന്നുണ്ടായിരിക്കും. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ദാസേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ദാസേട്ടനോട് ചോദിച്ചു ദാസേട്ടൻ്റെ നേട്ടങ്ങളെ പറ്റി. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞത് ഈ മറുപടിയാണ്: കുത്തനെയുള്ള ഒരു മല കയറി തിരിഞ്ഞു നോക്കുന്നത് പോലെയുള്ള അത്ഭുതമാണെന്നാണ്. പക്ഷേ ഈ നേട്ടത്തിൻ്റെ മലയിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും ദാസേട്ടൻ പലപ്പോഴും ആ മലയുടെ താഴെ നിന്നുള്ള പല കാര്യങ്ങളും ആവർത്തിച്ച് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന ഇടയകന്യക എന്ന് പറയുന്ന പാട്ട് വെച്ച് പല ഗാനമേളകളും തുടങ്ങുന്നത്. അപ്പോൾ ദാസേട്ടൻ്റെ ഒരുപാട് ഷോകൾ സംഘടിപ്പിക്കാനായിട്ട് ഫ്രെഡ് ചേട്ടന് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഷോകളുടെയൊക്കെ പ്രത്യേകത എന്തായിരുന്നു? ആ ഷോകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് യേശുദാസ് എന്ന മഹാഗായകൻ തന്നെ അതിൻ്റെ പ്രത്യേകത. അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് പറയാനില്ല. കാരണം ആ കാലത്ത് യേശുദാസിന്റെ ഗാനമേള എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ബുക്ക് ചെയ്യുന്ന ഓഡിറ്റോറിയം മുഴുവൻ നിറയും. എല്ലാ ടിക്കറ്റുകളും വളരെ പെട്ടെന്ന് വിറ്റുപോകും. അങ്ങനെയാണ് ഞാൻ പരിപാടികൾ നടക്കുന്നത്. ഈ അമേരിക്കയിൽ ഉടനീളം, നോർത്ത് അമേരിക്ക ഇൻക്ലൂഡിങ് കാനഡ, അവിടെ എല്ലാം ഞാൻ ഒരുപാട് പരിപാടികൾ ദാസേട്ടൻ്റെ നടത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ ഭാഗ്യം ചെയ്ത ഒരാളാണ്.
അത്രയും പരിപാടികൾ എനിക്ക് അദ്ദേഹത്തെ വെച്ച് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു ആത്മസംതൃപ്തി എനിക്കുണ്ട്. ഫ്രെഡി ചേട്ടാ, ഈ ഒരു പാട്ടില്ലേ ഇടയ കന്യക എല്ലാ ഷോകളും തുടങ്ങിയിരുന്ന എനിക്ക് തോന്നുന്നു ഫ്രെഡി ചേട്ടനും ആ ഒരു ഓർമ്മ കാണുമല്ലോ. എല്ലാ ഗാനമേളയ്ക്കും പുള്ളി ഇടയ കന്യക എന്നുള്ള ആ ഗാനമാണ് ആരംഭിക്കുന്നത്. പക്ഷെ അതിനകത്ത് അതൊരു ഭക്തി ഗാനമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഗാനമാണ് പുള്ളി ദാസിയേട്ടൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ ഗാനം ഇടയ കന്യക ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവസാനത്തെ ഗാനം ഒരു തമിഴ് ഗാനമാണ്, കാതിലിക്ക നേരമില്ലേ എന്ന ചിത്രത്തിലുള്ള ഒരു വിശ്വനാഥൻ വേലവേളം. ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഇടയ കന്യകെ പോവുക നീ ഈ അനന്തമാം ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. ഇനി കെ അലക്സാണ്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞതനുസരിച്ച് അങ്ങയുടെ പേരിലൊരു പ്രത്യേകതയുണ്ട്. ഈ KI കേരള ഇന്ത്യ എന്നതിനെ റെപ്രസെന്റ് ചെയ്താണ് ഈ KI എന്ന് കേട്ടു. അപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മാതാവും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ വലുതാണെന്ന്. അപ്പോൾ ഈ മാതൃഭൂമിയോട്, ജനിച്ച നാടിനോട് ഇത്രയധികം വൈകാരികമായ ഒരു അടുപ്പം സൂക്ഷിക്കുന്ന അങ്ങ് തീർച്ചയായും ദാസേട്ടൻ്റെ പാട്ടുകളോടും അത്തരത്തിലൊരു വൈകാരികമായ അടുപ്പം ഉണ്ടാവുമല്ലോ, അതൊന്ന് ഷെയർ ചെയ്യുമോ? തീർച്ചയായിട്ടും ദാസേട്ടൻ തന്നെയാണ് ഈ രംഗത്ത് നമുക്ക് വരാനായിട്ടുള്ളൊരു പ്രധാന കാരണം. ദാസേട്ടന്റെ ഗാനങ്ങള്, ദാസേട്ടനെ കേട്ടുകൊണ്ടിരുന്ന ദിവസങ്ങള്, എവിടെ തിരിഞ്ഞാലും ഈ സംഗീതത്തിന്റെ ഒരു അംശം നമ്മളിലുള്ള ഒരു അംശം ചെറുപ്പത്തില് ഉണ്ടെങ്കിലും അതിനെ കൂടുതലായിട്ട് അതിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് ദാസേട്ടന്റെ ഓരോ ഗാനങ്ങളുമാണ്. പ്രത്യേകിച്ച് അന്ന് റേഡിയോയില് വരുന്ന ഗാനങ്ങള് മാത്രമാണ് കൂടുതലായിട്ട് അന്ന് ആ റേഡിയോയോട് ചേർന്ന് നിന്നുകൊണ്ട് ദാസേട്ടന്റെ ഗാനങ്ങൾ ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു എന്റെ പ്രധാനമായിട്ടും എൻ്റെ ഒരു വളരെ പാഷൻ. ദാസേട്ടൻ തന്നെയാണ് ഈ രംഗത്ത് ഓരോ ശരാശരി മലയാളികളുടെ സംഗീതത്തിന്റെ ആ ഒരു ഭാവതലങ്ങൾ ഉണർത്തിയത് ആ ശബ്ദ സാന്നിധ്യം തന്നെയാണ്. ഓർത്തെടുക്കാൻ പറ്റുന്ന പാട്ട്, പ്രത്യേകിച്ച് തമിഴ് പാട്ടുകൾ, ദാസേട്ടന്റെ പല തമിഴ് പാട്ടുകൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള, നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന പല പാട്ടുകളുമുണ്ടല്ലോ. തമിഴിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഗാനങ്ങളുണ്ട്. ഒരു പാട്ട് പാടുകയാണെങ്കിൽ പൂവേ ചെമ്പൂവേ വാസം വരും വാസൽ എൻ വാസൽ ഉൻ പൂങ്കാവനം വായ്പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ പൂവേ செம்பூவே உன் வாசம் வரும் பூவே செம்பூவே. അതെ, ഈ ഭാഷകൾക്കൊക്കെ അതീതനായ ഒരു ഗായകനാണ് ദാസേട്ടൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലാണെങ്കിൽ കശ്മീരിയും അസമീസും ഒഴികെയുള്ള ഒട്ടുമിക്ക ലാംഗ്വേജിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. അപ്പോൾ റഷ്യൻ, ലത്തീൻ ഇതിലൊക്കെ പാടിയ ഒരു ഗായകനാണ്. ഇനി നേരെ നമ്മൾ ജേക്കബ് എബ്രഹാമിലേക്ക് വരികയാണെങ്കിൽ ഹെഡ്ജ് ബ്രോക്കറേജിന്റെ സ്ഥാപകനാണ്. നിരവധി ഷോകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത് ഡാലസിൽ നടന്ന ദാസേട്ടൻ്റെ അവസാനത്തെ ആ ഒരു സ്റ്റേജ് ഷോ ആണ്. അപ്പോൾ അന്നത്തെ സ്റ്റേജ് ഷോയിൽ ഒരുപാട് മെമ്മറീസ് കാണുമല്ലോ. അന്ന് ഈ അവസാനമായിട്ട് മൈക്ക് ഓഫ് ചെയ്യുമ്പോൾ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അതായത് 2014 എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ദാസേട്ടൻ്റെ ഒരു വലിയ മെഗാ ഷോ. എനിക്ക് തോന്നുന്നത് US ഏറ്റവും വലിയ ഷോ ഞാൻ നടത്തിയതായിരുന്നു. കാരണം 14 ഓർക്കസ്ട്രയും ഫുൾ ക്രൂവും വെച്ചോണ്ട് നടത്തിയ അവസാന ഷോ ഡാലസിൽ വെച്ചായിരുന്നു. 3000-ൽ പരം ആൾക്കാരാണ് ഈ ഷോ കാണുന്നത്. അവസാനത്തെ ഒരു സെക്ഷൻ വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, ആത്മാവിൽ മുട്ടി വിളിക്കാവുന്നുണ്ട്. ഈ പാട്ട് അങ്ങോട്ട് പാടും, ജനങ്ങളെല്ലാം ഇങ്ങനെ മിണ്ടാതിരിക്കുക. ഈ പാട്ടിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആത്മാവിൽ മുട്ടി വിളിക്കുക. ഒരു മ്യൂസിക്കും ഇല്ല, ഒന്നുമില്ല. മുട്ടി വിളിച്ചു കഴിഞ്ഞിട്ടൊരു പോസാണ് അവിടെ. അപ്പൊ ആൾക്കാരെല്ലാം വിചാരിച്ചു മൈക്ക് പോയി, കറണ്ട് പോയി, എന്താണെന്നും അറിയത്തില്ല. അത് കഴിഞ്ഞ് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ദാസേട്ടൻ വീണ്ടും ഇതങ്ങോട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ ആ ഷോ ഞാൻ കരഞ്ഞു പോയി. എന്റെ കണ്ണുനീര് വന്നെന്ന് പറഞ്ഞാൽ മതി. ആ ഷോയ്ക്ക് അവസാനം ദാസേട്ടന്റെ 75th ബർത്ത്ഡേക്ക് 50th ഇയർ ഷോ ഞാൻ ചെയ്തതാണ്.
ഇത്രയും ജനങ്ങൾ ഉണ്ട്. 5 ഷോ ചെയ്തായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ പാട്ട് തുടങ്ങി വളരെ വളരെ ഹാപ്പിയായി. ആ ഷോ നല്ല ഭംഗിയായിട്ട് പോയി. ദാസേട്ടനെ പറ്റി പറയുവാണെങ്കിൽ ഈസ് എ ഗ്രേറ്റ് പേഴ്സൺ. സൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ദാസേട്ടനാണ്. ദാസേട്ടൻ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിൻ്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരിന്ദു കിരണം പൂ ചാർത്തിയ പോലെ കന്നി പൂങ്കവിളിൽ തൊട്ടു കടന്നു പോകുവതാരോ കുളിർ പകർന്നു പോകുവതാരോ. അപ്പോൾ ഫ്രെഡി ചേട്ടനുണ്ട്, കെ അലക്സാണ്ടർ ഉണ്ട്, ജേക്കബ് എബ്രഹാം ഉണ്ട്. നിങ്ങളൊക്കെ ഒരു മുതിർന്ന തലമുറയുടെ പ്രതിനിധിയായിട്ട് നിൽക്കുമ്പോഴും ഇവിടെ നമുക്കൊരു ന്യൂജൻ ടീനേജർ നമ്മളോടൊപ്പം ഉണ്ട്, നവനീത് ഉണ്ണികൃഷ്ണൻ. Navneet, hi. Hi. I have just seen one of your interviews and I was amazed by your impeccable knowledge in swaras and gamagas, that too minute swaras and gamagas. And we know that the basic swaras are same, saregama padanisa. In Western it is do re mi fa sol la ti do, but these basic swaras are utilized differently in different styles. That is in Hindustani it is used as different. So you know all these things and your knowledge in Shankarabharana, Kalyani, Harikamboji. I was amazed by all those things. Congrats for all those things. And my question to you is, what are your favorite songs of Dasetan? I have a lot of favorite songs of Daser, but if I were to pick 2, it would be Nada Brahmatin Sagaram Nindi Varum, Nagasundari Mare, and Arigil Ni Undayiruvenge Innu Njan. Both composed by the great Devaraja Master, the genius Devaraja Master, and one is written by the great O.N.V. Kurup sir, and the other one is by the great P. Bhaskaran Master. And the reason I love both these songs in a really, really special way is because first off, for Arigil, it's an incredibly popular song, but at the same time, when you hear Arigil നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി ഒരു that feeling, I think only Yesudas sir could really bring out that feeling of loneliness and a romantic feeling at the same time through the composition of Devaraja Master and the lyrics of the great O.N.V. Kurup sir, just to say once again. So I think that's why I love that song in particular. And then for Nada Brahmatin, Daser's genius is the fact that he's that good in classical. But for a classical song like this, it still goes into that film genre with all 3 masters, as Devaraja Master, P. Bhaskaran Master, and Daser all combining. So it doesn't sound like a complete kirtan. There's still a melody to it, but it's still one of the greatest, if not the greatest, semi-classical song that Malayalam music was ever blessed to have. Yeah, Navneet, actually you speak in a heavy American accent, but when you that transition from that heavy American accent to these Malayalam songs, the transition is incredible. Congrats. Thank you. Hedge Brokerage. Life insurance with long-term care, disability income, business overhead expense disability insurance, 10-pay life insurance, estate planning, Advantage Index Universal Life S&P 500, life income annuity. Hedge Brokerage, New York. Phone 516-433-4310. hedgebrokerage@gmail.com. ഇതെന്റെ ഹീറോ മരുമകന് നന്നായി ഫിറ്റാകും. പെർഫെക്റ്റ് ഫിറ്റ് ആകും. ഇത് മൈൻ ഡയമണ്ട് ആണ്, 100% ക്വാളിറ്റി. സർ, ഓരോ മൈൻ ഡയമണ്ടും നാച്ചുറൽ ആണ്. ഞങ്ങൾ 28 ക്വാളിറ്റി ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. 28 ടെസ്റ്റുകളോ? ഓരോ ഡയമണ്ട് ജ്വല്ലറിയോടൊപ്പം ഇന്റർനാഷണൽ ലാബ് സർട്ടിഫിക്കറ്റും. നിങ്ങളുടെ ഹീറോവിന് വജ്രം കണ്ണടച്ച് വാങ്ങിക്കോളൂ. ഇതാണ് മലബാർ പ്രോമിസ്.
promise is a promise. Shantigram Kerala Ayurvedic centers spread across USA, Canada, and India. Specialized Ayurvedic consultation for chronic ailments and lifestyle diseases. Authentic Ayurvedic medicines and Panchakarma treatments for arthritis, back and neck pain, slip disc, frozen shoulder, depression, stress, sinusitis, psoriasis, eczema, infertility, for immunity, respiratory care, and much more. Visit us at shantigram.us for USA, shantigram.ca for Canada, and shantigram.in for India. We at Shantigram are in the mission of spreading the goodness of Ayurveda worldwide. ഇനി വീണ്ടും ഫ്രെഡി ചേട്ടനിലേക്ക് വരുവാണെങ്കിൽ, ഫ്രെഡി ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ളത്, ദാസേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഡോക്ടർ പീറ്റർ എഡാമോയുടെ ഈറ്റ് റൈറ്റ് ഫോർ യുവർ ടൈപ്പ് എന്ന് പറയുന്ന ആ ഒരു ബുക്കാണ് ദാസേട്ടൻ്റെ ഡയറ്റിന് ആധാരമായിട്ടുള്ളതെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ശാസ്ത്രീയമായിട്ട് ഡയറ്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഡയറ്റിനെ കോംപ്രമൈസ് ചെയ്ത് ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്. എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നു എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് കഴിക്കേണ്ടതായിട്ടുള്ള ചില ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണ് കഴിക്കുന്നത്. പക്ഷേ ഫ്രെഡി ചേട്ടൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഡയറ്റൊക്കെ മറക്കാറുണ്ട്. അവിടെ ഫ്രെഡി ചേട്ടൻ്റെ പത്നി ഉണ്ടാക്കുന്ന ചില വിഭവങ്ങൾ ദാസേട്ടൻ ഇതൊന്നും നോക്കാതെ കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു. എന്താണത്? എനിക്കറിയുന്ന ദാസേട്ടൻ ചെറുപ്പം മുതലേ തന്നെ ശരിക്കും പറഞ്ഞാല് ഈ കൂടുതൽ ഭക്ഷണം കഴിക്കാത്ത കൂട്ടത്തിലാണ്. പക്ഷെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത് ചിക്കൻ, കോഴിയിറച്ചിക്കറികളാണ്. അത് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്നത് വന്ന് കഴിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. എപ്പോൾ വന്ന് കഴിച്ചാലും അതിനെക്കുറിച്ച് ഒരുപാട് വർണ്ണനകൾ പുള്ളി തന്നെ പറയാറുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ അമിതമായിട്ട് വാരി വലിച്ചു തിന്നുക എന്നുള്ളൊരു സ്വഭാവം ദാസേട്ടന് ഇല്ല. വളരെ മിതമായ രീതിയിലാണ് അദ്ദേഹം എല്ലാ ഭക്ഷണവും കഴിക്കുന്നത്. അത് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ ഒരു രഹസ്യം, ഒരു സീക്രട്ട് എന്ന് വേണേൽ പറയാം. ഇപ്പൊ ഞാനെല്ലാം ഈ പല പരിപാടികളെല്ലാം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ പ്ലേറ്റിനകത്ത് നിറച്ച് ചോറ് എന്നെ ഒരുപാട് ചീത്ത പറയുകയാണ്. പക്ഷെ പിന്നെ ആ കാലത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി പുള്ളി പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം മിതമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ ആരോഗ്യത്തിന്റെ ഒരു പ്രധാന രഹസ്യം. ഞാനും അത്ര ചെറുപ്പമൊന്നുമല്ല, അദ്ദേഹത്തിനെക്കാളും 4 വയസ്സിന് മാത്രമേ എളുപ്പമുള്ളൂ. അപ്പൊ ഈ ഭക്ഷണ രീതിയാണ് അദ്ദേഹത്തെ കൂടുതൽ ആരോഗ്യവാനാക്കി നിർത്തിയിരിക്കുന്നതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വീണ്ടും ഞാൻ ജേക്കബ് എബ്രഹാമിലേക്കൊന്ന് പോവുകയാണ്. നിരവധി ദാസേട്ടൻ ഷോകൾ അങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദാസേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ മാത്രമല്ല, ഇന്ത്യക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഇന്ത്യക്ക് പുറത്തും ദാസേട്ടന് വലിയൊരു ആരാധക വൃന്ദം തന്നെയുണ്ട്. പക്ഷേ തൻ്റെ പേരിൽ ഫാൻസ് അസോസിയേഷൻ ഒന്നും ഉണ്ടാക്കാനായിട്ട് ദാസേട്ടൻ സമ്മതിച്ചിട്ടില്ല ഒരിക്കലും. പക്ഷേ ഈ അമേരിക്കയിൽ ഈ ഷോസ് നടത്തുമ്പം മറ്റ് കമ്മ്യൂണിറ്റികളുടെയൊക്കെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഈ ഷോ നടത്തുക എന്ന് പറയുന്നത് ഈ തമിഴ്, തെലുങ്ക്, നമ്മൾ ന്യൂയോർക്ക് നടത്തിയാലും ഹ്യൂസ്റ്റണിൽ നടത്തിയാലും ദാസേട്ടൻ്റെ ഒരു അനൗൺസ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് തമിഴും ഒരു തെലുങ്കരുണ്ട്, തെലുങ്ക് പാട്ടും അങ്ങനെ മലയാളം പാട്ടും എല്ലാം കാണുമെന്നുള്ള ഉറപ്പാണ്. അങ്ങനെ ആ മറ്റുള്ളവരും ദാസേട്ടനെ അറിയാവുന്ന തമിഴുകാരൊക്കെ ഒത്തിരി പേര് വരും, എല്ലാ ഷോയ്ക്കും വരും. എൻ്റെ ന്യൂയോർക്ക് ഷോയ്ക്ക് തമിഴുണ്ട്, തെലുങ്കുണ്ട്. ഇത് ഓൾമോസ്റ്റ് 2000-2200 പേരുടെ ഓഡിറ്റോറിയമാണ്. ഓൾമോസ്റ്റ് മുമ്പേ ഫ്രെഡിച്ചേട്ടൻ പറഞ്ഞ പോലെ ഫ്രെഡിച്ചേട്ടൻ്റെ ഷോസ് എല്ലാം ഫുള്ളാണ്. ദ സെയിം തിങ് ദാസേട്ടൻ്റെ ഷോ ഞങ്ങൾ ചെയ്യുമ്പോഴും ഫുള്ളാണ്. അതാണ് ദാസേട്ടൻ്റെ ഒരു ഗുണം. പിന്നെ ദാസേട്ടൻ്റെ എന്ന് പറഞ്ഞ ഒരു ഗ്രേസ് അല്ലേ, ദാസേട്ടൻ സ്റ്റേജിലോട്ട് വരിക എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഫറെന്റ് സംഭവമാണ്. Again, I'm coming to you, Navneet. Actually, we were lucky to listen to Dasetan's songs through Akashvani, because in Akashvani there was a program called Ningal Avishyappetta Chalachitra Gaanangal, Ranjini, a 1-hour music show. In that we could listen to a lot of Dasetan songs. Most of the songs were by Dr. K.J. Yesudas, music by Devarajan or Ravindran, like that. So we were lucky to hear that. But I am wondering, how could you listen these Dasetan songs? And we had a time of cassettes
Tarangini music cassettes and different types of cassettes released by KJ Yesudas. So how could you listen Dasaran songs, or how did you listen to these songs? Well, just to start off, so before he came here to the U.S., he brought a whole bunch of cassettes, especially with Dasar's old classical records, and also, obviously, so many of his different film songs. And when I was young, I still remember hearing songs like Full Single Kala and Tamasamande Varuvan, and those still, I think that might have been my first experience with hearing what true music was, and I think I was so blessed to have that experience. And with Dasar, all his, he sung the majority of Malayalam film music, and especially in that sense, when we hear a lot of his songs, the way he has sung it, his sheer genius, it's a treat to listen to, and we're blessed as Malayalis to have that voice. Okay, thank you. Freddy ചേട്ടാ, ഈ 16 വയസ്സുകാരൻ ദാസേട്ടൻ്റെ പാട്ടുകളെ കുറിച്ച് അതെങ്ങനെ കേട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിശയം തോന്നും. അപ്പോൾ ഫ്രെഡി ചേട്ടൻ ഈ ദാസേട്ടൻ്റെ കുട്ടിക്കാലം വളരെ നന്നായിട്ട് അടുത്തറിയുന്ന ഒരാളാണ്. ഫോർട്ട് കൊച്ചിയിലെ ആ പാട്ടും നാടകവും ഒക്കെ ഇഴകലർന്ന് കിടന്നിരുന്ന ആ ഫോർട്ട് കൊച്ചിയിലെ കടൽക്കാറ്റും അന്നത്തെ ആ ദാസപ്പൻ പറയുന്ന ആ കുട്ടിയും ആ കുട്ടിയുടേതായിട്ടുള്ള ചില ശീലങ്ങളും ഈ കുട്ടിക്കുണ്ടായിരുന്ന ഒരു കുട്ടിക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാത്രികളിൽ അഗസ്റ്റിൻ ജോസഫ് എന്ന് പറയുന്ന പിതാവ് തൻ്റെ മകന് വേണ്ടിയിട്ട് ഈ കടലോരത്ത് ഹാർമോണിയത്തിൽ വിരലോടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഫ്രെഡി ചേട്ടന് നന്നായിട്ട് അറിയാം. അപ്പൊ ആ ഓർമ്മകളൊന്ന് പങ്കുവെക്കുമോ? എൻ്റെ ഓർമ്മകളിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ തന്നെ എൻ്റെ വീടും ദാസ്യത്തിൻ്റെ വീട്, അതായത് ഞങ്ങളുടെ അപ്പന്മാരുടെ വീടുകൾ വളരെ അടുത്തടുത്തായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ പട്ടാളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ജനിച്ച അവിടെ തന്നെ. പക്ഷെ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ഒരു 3-5 പേര് അവിടെ പട്ടാളത്ത്, ഫോർട്ട് കൊച്ചി പട്ടാളത്ത് ദാമു ചേട്ടൻ്റെ ചായക്കട എന്ന് പറയുന്ന ചായക്കടയാണ്. അവിടെ വന്നിരുന്ന് 2 മണി തൊട്ട് 3 മണി വരെ റേഡിയോയിലൂടെ, അന്ന് ഈ റേഡിയോ ഒന്നും എല്ലാവരുടെയും വീടുകളിലില്ല. ഞങ്ങളുടെ ആ പ്രദേശത്ത് ദാമു ചേട്ടൻ്റെ കടയിൽ മാത്രമാണ് അന്ന് റേഡിയോ ഉള്ളത്. അപ്പൊ ആ റേഡിയോയിലൂടെ ഞങ്ങൾ ഉച്ച സമയത്ത് 2 തൊട്ട് 3 വരെ നടത്തുന്ന വിവിധ് ഭാരതി എന്ന് പറഞ്ഞ ഹിന്ദി പ്രോഗ്രാമാണ്. അപ്പൊ അത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചില അവസരങ്ങളിൽ ദാസിയേട്ടൻ അതെല്ലാം നടന്നു പോവുകയാണെങ്കിൽ ഇന്ന് എത്തി നോക്കും ജനലയിലൂടെ. ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ പുള്ളി അകത്തേക്ക് കയറി വരും. പിന്നെ ഞങ്ങളോടൊപ്പം ഇരുന്ന് ഈ ഹിന്ദി ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഹിന്ദി ഗാനങ്ങളുടെ എന്ന് വെച്ചാൽ മുഹമ്മദ് റഫി സാബ്, മന്നാരെ, തലഫ് മെഹമ്മൂദ്, ലതാ മങ്കേഷ്കർ, ഇവരുടെയൊക്കെ പാട്ടുകളാണ് ഞങ്ങൾ കൂടുതൽ കേട്ട് വളർന്നത്. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. Navneet, have you seen Dasaran and what was your experience? I have. My dad has seen more times than I have, but I've seen him fortunately one time in concert when I was around 5 or 6, around 5 or 6 that age, and I still remember that concert very vividly. Usually 5 or 6, after a couple years, after 10 years you would remember, but for Dasar's concert, I really remember that concert through and through. I still remember, as mentioned before, him singing Idiya Kannige at the beginning, and the effect that it had was, it set the tone for the rest of the show. And I still remember him singing songs like Samgita Pamagari, Mapala Part, and also singing, lighter songs like Amma and Rarikada, and it was a magical experience, to say the least. So could you sing one of those 2 lines? Idaya Kanyaki Pugani Anandamam Jivita Vidil Idarade Kalidarade
ഇടയ കന്യകെ പോവുക നീ അനന്തമാ ജീവിത വീതിയിൽ ഇടറാതെ കാലിടറാതെ. Thank you, Navneet. Wishing you all the best. Again, I'm coming back to Jacob Abraham. ഒരുപാട് ദാസേട്ടൻ ഷോസ് ചെയ്തിട്ടുണ്ട്, മറ്റനവധി ഷോസും ചെയ്തിട്ടുണ്ട്. നാഫ ഉൾപ്പെടെയുള്ള നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ്സ് ഉൾപ്പെടെയുള്ള നിരവധി സക്സസ്ഫുൾ ആയിട്ടുള്ള ഷോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ദാസേട്ടൻ ഷോകൾക്ക് മറ്റു ഷോകളുമായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണുമല്ലോ. ദാസേട്ടൻ എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു വികാരമാണ്. അത് അമേരിക്കയിലായാലും ലണ്ടനിലായാലും യൂറോപ്പിലായാലും എവിടെയാണെങ്കിലും. അപ്പോൾ ഈ ദാസേട്ടൻ ഷോകൾക്കുള്ള ഒരു വ്യത്യസ്തത എന്തായിരുന്നു? ദാസേട്ടൻ ഷോയ്ക്കുള്ള വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചാൽ, ദാസേട്ടൻ വന്നിറങ്ങുമ്പോൾ തൊട്ട് ടെൻഷനാണ് ഒന്ന്. രണ്ട്, ദാസേട്ടൻ എന്ന് പറയുന്ന ഒരാൾ വലിയൊരു ഇന്ത്യ ഉൾപ്പെടെ അറിയാവുന്ന ഒരാൾ വന്നൊരു ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ തീരുന്നിട വരും. മറ്റുള്ള ഷോ എന്ന് പറയുന്നത് നമ്മൾ റിയലി എൻജോയ് ചെയ്ത് അങ്ങ് പോവാ. അതല്ല, നാഫായാണെങ്കിൽ നാഫ ഞാൻ പോകുന്നെല്ലാം ചെയ്ത് മറ്റുള്ള ഷോകളൊക്കെ ഇല്ല. ദാസേട്ടൻ്റെ ഷോ പെർഫെക്റ്റ് ഷോ. അതായത് ദാസേട്ടൻ സ്റ്റേജിലോട്ട് വന്ന് നിന്നാൽ തന്നെ ഒന്ന് വലത്തോട്ട് നോക്കും, ഒന്ന് പിന്നെ വലത്തെ സൈഡ് പുറയിലോട്ട് നോക്കും, ഇടത്തോട്ട് നോക്കും, പുറയിലോട്ട് നോക്കും, നേരെ ഐപ്പാടെ നോക്കി പാട്ട് തുടങ്ങുക ദാസേട്ടൻ. അതുപോലെ ദാസേട്ടൻ്റെ ഷോ എന്ന് പറഞ്ഞ പ്രത്യേക ഷോ ആണ്. വന്നിറങ്ങുമ്പോൾ തൊട്ട് ഹോട്ടലിൽ കൊണ്ടുവരുന്നു, വരുന്നു, എല്ലാം പെർഫെക്റ്റ് ആണ്. അതുപോലെ ഓർക്കസ്ട്ര, ദേ ആർ വെരി പെർഫെക്റ്റ്. പിന്നെ ഓഡിയൻസോ അതിലും പെർഫെക്റ്റ്. സാധാരണ ഷോയ്ക്ക് കൈ കൊട്ടും, തുടങ്ങുമ്പോഴും കൈ കൊട്ടും, ഇടയ്ക്കും കൈ കൊട്ടും, അവസാനം കൊട്ടും. ദാസേട്ടൻ ഷോ പെർഫെക്റ്റ് ആയിട്ട് അവസാനം കൊട്ടും. എന്റെ ഷോകളൊക്കെ 4.5 മണിക്കൂർ ന്യൂയോർക്ക് ഷോ ദാസേട്ടൻ 2014 അവസാനത്തെ ആ ഷോകൾ പാടിയിട്ടുണ്ട്. കെ അലക്സാണ്ടറിലേക്ക് വരികയാണ്. കെ അലക്സാണ്ടർ, നമ്മുടെ ദാസേട്ടൻ ഇപ്പൊ പിറന്നാളൊക്കെ ആഘോഷിച്ച് ഊണൊക്കെ കഴിച്ച് ഒരു നിദ്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അപ്പൊ നമുക്കൊരു പെർഫെക്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ ദാസേട്ടന്? ദാസേട്ടന്റെ ഒരുപാട് ഗാനങ്ങളില് ഒരുപാട് ഗാനമേളകൾക്കും അതുപോലെയുള്ള പ്രോഗ്രാമുകൾക്കും, പ്രത്യേകിച്ച് പേഴ്സണലി ദാസേട്ടൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ് ശബരിമലയിലെ ലോർഡ് അയ്യപ്പ എന്താ പറയാ ഹരിവരാസനം. അപ്പോൾ ഈ ഹരിവരാസനം പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ ഈ പിറന്നാൾ ദിനത്തില് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഇനി പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ, വാശി മുന്നോട്ടുള്ള പോക്കിന് ഏറെ നിമിത്തമായ ഒരു ഗായകനാണ് താനെന്നാണ് യേശുദാസിന്റെ നേർസാക്ഷ്യം. മാപ്പിളയ്ക്കെന്ത് സംഗീതമെന്ന് ചോദിച്ച സംഗീത അധ്യാപകൻ നൽകിയ വാശി, സ്വരം പ്രക്ഷേപണയോഗ്യമല്ലെന്ന് വിലയിരുത്തിയ ആകാശവാണിയിലെ വിദഗ്ധർ നൽകിയ വാശി, ഇങ്ങനെയുള്ള ചെറുതും വലുതുമായ ഒട്ടേറെ വാശികൾ ചേർന്നപ്പോൾ മലയാളികൾക്കത് ഉണർത്തുപാട്ട് മുതൽ താരാട്ടുപാട്ട് വരെയുള്ള സംഗീതമാലയായി. 6 പതിറ്റാണ്ടായിട്ടും ആരാധക വേലിയേറ്റമുണ്ടായിട്ടും ഫാൻസ് അസോസിയേഷൻ ഇല്ലാത്ത ഗായകൻ കൂടിയായ ദാസേട്ടന് 24 USA പിറന്നാൾ ആശംസകൾ. കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമിനഞ്ഞ പൈങ്കിളി, കുളിരിനുള്ളിൽ സ്വയമിറങ്ങി കഥമിനഞ്ഞ പൈങ്കിളി, സ്വരമുറങ്ങും നാവിലെന്തേ വരിമറന്ന പല്ലവി, മഞ്ഞുറയും രാവറയിൽ മാമലരായി നീ പൊഴിഞ്ഞു, പഴം തമിഴ് പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്പുരു തേങ്ങ.